കായികമേളയിൽ പ്രായത്തട്ടിപ്പ് നടത്തി 2 വിദ്യാർത്ഥികളെ കൂടി കണ്ടെത്തി. തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കായികമേളയിൽ പങ്കെടുത്തത്. ഈ സ്കൂളുകളെ കായികമേളയിൽ നിന്ന് വിലക്കിയേക്കും. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ കായികമേള നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരം തട്ടിപ്പിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. വളരെ ഗൗരവ സ്വഭാവമുള്ള വാർത്തയാണ്. അതും തിരുനാവായ നാവാമുകുന്ദ സ്കൂളൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന, കൂടുതൽ പോയിന്റുകളൊക്കെ സ്ഥിരമായി നേടുന്ന സ്കൂൾ കൂടിയാണ്. അവിടെ വിദ്യാർത്ഥികളുടെ പ്രായത്തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ വാർത്ത. വിശദാംശങ്ങൾ. അനുജ, വലിയൊരു ഗൂഢാലോചനയുടെ വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ കണ്ടെത്തിയ 2 സ്കൂളുകൾ, ഒന്ന് കോഴിക്കോട് പുല്ലൂരാമ്പാറ സ്കൂളിലെ ഒരു കുട്ടിയും അതിനുശേഷം മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ കുട്ടിയെയും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രായത്തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തി മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, സാധാരണ സ്റ്റേറ്റ് മീറ്റിൽ ഒന്നാമതെത്തുകയും അവരെ നാഷണൽ മീറ്റിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി നാഷണൽ മീറ്റിലേക്ക് സെലക്ട് ചെയ്ത 2 കുട്ടികൾ, 2 സബ് ജൂനിയർ കുട്ടികളാണ്. ഈ 2 കുട്ടികളുടെയും വിവരങ്ങൾ നാഷണൽ മീറ്റിലേക്കുള്ള പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ ആധാർ രേഖകൾ മാച്ച് ആകാത്ത സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഈ ആധാർ രേഖകൾ വീണ്ടും പരിശോധിച്ചത്. അപ്പോഴാണ് ഈ ആധാറിൽ കൃത്രിമം കാട്ടി വ്യാജമായി വയസ്സ് കുറച്ച് കാണിച്ച് സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുകയും അത് സ്റ്റേറ്റിൽ പ്രൈസ് നേടുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഗുരുതരമായ സംഭവം, ഒന്ന്, സ്കൂൾ അധികൃതരുടെ അറിവോടെ അല്ലാതെ ഇത്തരത്തിൽ, ഇത് 3ാമത്തെ കുട്ടിയാണ്. അതേ ഒരു സ്കൂളിൽ തന്നെ ഇന്ന് 2 കുട്ടികൾ കൂടി പിടിക്കപ്പെട്ടപ്പോൾ 3 കുട്ടികളാകുന്നു. ഇത്തരത്തിൽ 3 കുട്ടികളെ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂള് ഈ ഇത്തരത്തിൽ സ്റ്റേറ്റ് മീറ്റിൽ 1ാമതും 2ാമതും അല്ലെങ്കിൽ പ്രൈസ് നേടാൻ വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഈ 3 കുട്ടികളും UP-യിൽ നിന്ന് ഈ സ്കൂൾ മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടെല്ലാം ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത കുട്ടികളാണ്. ഇത്തരത്തിലൊരു തിരുമറി നടത്താൻ സ്കൂൾ അധികൃതർ കൂടി കൂട്ടുനിന്നു എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിനെ തന്നെ വിലക്കാൻ ഉള്ള ആലോചന ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. എന്തായാലും നാഷണൽ മീറ്റിൽ ഇവർക്ക് മത്സരിക്കാൻ കഴിയില്ല. നാഷണൽ മീറ്റിൽ നിന്ന് ഇവരുടെ പേര് വിവരങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.